വീടുകളിൽ തന്നെ നല്ല ശുദ്ധമായ സാമ്പാർ പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അതാണ് ഈ ഒരു സാമ്പാർ പൊടിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാമ്പാർ പൊടി നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചേർക്കുമ്പോൾ ഇതിൽ പിന്നെ വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറും ഈ ഒരു സാമ്പാർ പൊടി മാത്രം ചേർത്താൽ മതി. കടകളിൽ നിന്ന് ലഭിക്കുന്ന മായം കലർന്ന ആ ഒരു സാമ്പാർ പൊടി വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇതൊക്കെ കഴുകി ഉണക്കി നല്ല വൃത്തിയിൽ തയ്യാറാക്കുന്നതാണ്. കുറച്ചധികം അളവിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ പുറത്ത് തന്നെ ഒരു 3-4 മാസം കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് അളവിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാലും മതിയാകും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു അടികട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് കായ്മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10-20 കായ്മുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ എടുത്തത്. നിങ്ങളടുത്ത് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഒരു മുളക് 20 എണ്ണം എടുക്കുന്നതിന് പകരം ഇത് 10 എണ്ണം, അതുപോലെ കാശ്മീരി മുളക് 10 എണ്ണം എടുക്കും. അങ്ങനെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ. കാശ്മീരി മുളക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും സാമ്പാർ പൊടിക്ക്. പിന്നെ ഈ ഒരു പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രധാന കാര്യം ശ്രദ്ധിക്കാനില്ല, നമ്മൾ ഈ വറുക്കുന്ന സാധനങ്ങളൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു പൊടിക്ക് ഭയങ്കര കയ്പ്പ് രസം ഉണ്ടാകും, സാമ്പാറിനും ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ വറുത്തെടുക്കാൻ. അപ്പോൾ ഇതാ ഈ ഒരു കളറൊക്കെ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുക്കരുത് കേട്ടോ. ഓരോന്നിൻ്റെയും ആ ഒരു വറവ് വ്യത്യാസമാണ്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഒരു 6 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർക്കുന്നത്. ഈ പറയുന്ന അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കണേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റും ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മുളകും അതുപോലെ തന്നെ മല്ലിയൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ മല്ലിയും കരിഞ്ഞു പോകാണ്ട് ഈ ഒരു കളറ് മാറി വരുന്ന സമയം വരെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ഇതാ ഇത്രയും മതിയാകും കേട്ടോ. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വീണ്ടും ഈ ഒരു കളറാവുന്നവരെ വറുത്തിട്ട് നമുക്ക് മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. മല്ലിയും ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതെല്ലാം പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ സാധാരണ പരിപ്പ്, നമ്മളെ തുവരപ്പരിപ്പ് എന്ന് പറയുന്നില്ലേ, സാമ്പാർ പരിപ്പ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. ഈ 3 പരിപ്പും കറക്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അതും 2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ 6 ടേബിൾ സ്പൂൺ ഇതുമായേ. ഈ ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല, അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കാം. അതുപോലെ ഈ പരിപ്പൊക്കെ സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 ഒരേ ടൈപ്പ് തന്നെയല്ലേ, പരിപ്പ് തന്നെയല്ലേ, അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. അതും ഈ ഒരു കളറ് മാറി വരുന്നവർ നല്ലോണം പൊട്ടി വന്ന് നല്ലൊരു സ്മെല്ലെല്ലാം വരും കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകും. അതുവരെ വേണം നമുക്കിത് വറുത്തെടുക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതും സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ടേബിൾ സ്പൂണിൻ്റെ അളവെല്ലാം കഴിഞ്ഞു. ഇനി എടുക്കുന്നത് ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ ടീസ്പൂൺ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ടേബിൾ സ്പൂണും ടീസ്പൂണും രണ്ടും നല്ലോണം മനസ്സിലാക്കിയിട്ട് മാത്രം എടുക്കുക. 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് എടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടണ്ട കേട്ടോ. കുരുമുളകിൻ്റെ എരിവെല്ലാം വല്ലാണ്ട് മുന്നിട്ട് വെക്കും. സാമ്പാറിൽ കുരുമുളകിൻ്റെ എരിവൊന്നും അങ്ങനെ മുന്നിട്ട് നിൽക്കില്ല. പിന്നെ ഉള്ളത് നല്ല ജീരകമാണ്. അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉലുവയും 1 ടീസ്പൂൺ എടുക്കാം. ഇതെല്ലാം ഒരേ അളവിൽ തന്നെ അങ്ങനെ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ അങ്ങ് വറുത്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ സെപ്പറേറ്റ് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതും ആ ഒരു ജീരകം ഇങ്ങനെ പൊട്ടി വരുന്നത് വരെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടുകാണ്. അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കടുക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിലൊക്കെ ഇങ്ങനെ അരച്ചിട്ട് ചേർക്കുമ്പോൾ. അപ്പോൾ ഈ കടുകും ഇനി നല്ലപോലെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ലാസ്റ്റോട്ടേ ചേർക്കാതെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, പൊട്ടിപ്പോകുകയും ചെയ്യും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ ഒരു ജീരകമൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റോട്ടങ്ങ് ചേർത്താൽ മതി. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതും മാറ്റി കൊടുക്കാം. പിന്നെ ഇതാ വീണ്ടും നമ്മൾ ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തന്നെ എടുക്കുന്നത് വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിയാണ്. ഞാൻ മട്ട അരി എടുക്കുന്നത്. മട്ട അരി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ മട്ട അരി, അത് സ്പെഷ്യലായിട്ട് തന്നെ വറുത്തെടുക്കണേ. ഇതിൻ്റെ ഒന്നും കൂടെ ഇടരുത്. ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ. അതൊരു എന്താ പറയുക, കുറച്ച് ടൈം എടുത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാൻ കഴിയും. ഇത് കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വറുത്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതങ്ങ് പൊട്ടി വരും. പിന്നെ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് എല്ലാം പൊട്ടി വരുന്നവരെ, അതായത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, നിങ്ങൾക്ക് അറിയില്ല അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു കറക്റ്റ് പാകം, അതുവരെ വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി എല്ലാ അരിയും പൊട്ടി വരുന്നതുവരെ നമ്മൾ വറുത്തെടുക്കണേ. അപ്പോൾ ഇനി ഇതും സൈഡിലേക്ക് നമുക്ക് മാറ്റാം. ഇതെല്ലാം പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് പറയുന്നത് പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തെടുത്താലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മൾ സാമ്പാർ പൊടിക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1-2 തണ്ട് കറിവേപ്പിലയാണ്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ നല്ലോണം പോകണേ. അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ പൊടിയിൽ പിന്നെ പൂപ്പിൽ വരും പെട്ടെന്ന്. ഇതിൻ്റെ വെള്ളപ്പറ്റൊക്കെ പോയി നല്ലോണം ഉണങ്ങിയിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന വിധത്തിലായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ പോയിട്ട് കറക്റ്റ് പാകമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതും മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് കായാണ്. അപ്പോൾ ഞാനിവിടെ കട്ട കായ എടുത്തത് ഒരു 5 കഷ്ണം എടുത്തിട്ടുണ്ട്.
ഇത് വറുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുക. ഇതിങ്ങനെ പാകമായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, ഇതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ കളറെല്ലാം മാറിയിട്ട് ഇതുപോലെ ഫ്രൈ ആവുന്നത് വരെ വറുത്തെടുക്കണേ. അതുപോലെ നിങ്ങളുടെ ഈ കട്ടക്കായ ഇല്ലെങ്കിൽ പിന്നെ മറ്റേ നമ്മൾ സാധാരണ കായപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്താൽ മതി. അതാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി പൊടിക്കുന്ന സമയത്ത് ചേർത്താൽ മതി കേട്ടോ. പക്ഷേ കട്ടക്കായം ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനിത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങ് ഒരുപാട് തണിയാൻ വേണ്ട, ചെറിയ ചൂടോട് കൂടി വേണം കേട്ടോ പൊടിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ. എന്നാൽ ഒരുപാട് ചൂടാകരുത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വീണ്ടും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും നിങ്ങളുടെ അടുത്ത് പൊടിയായിട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയായിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ഉണങ്ങിയ മഞ്ഞളുണ്ടെങ്കിൽ ഒരു 2 പീസ് നമ്മൾ വറുക്കുന്ന സമയത്ത് അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ചധികം അളവിലുള്ളത് കൊണ്ട് തന്നെ ഒരു ബാച്ചായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ അരിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ഫൈനാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അരിച്ചെടുക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ എനിക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. ആ ബൗൾ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണേ. നല്ല ഉണങ്ങിയ ബൗളിലേക്ക് വേണം മാറ്റാം. വെള്ളപ്പറ്റുണ്ടെങ്കിൽ പിന്നെ അത് മോശമായി പോകട്ടോ ലാസ്റ്റോട്ട്. അപ്പോൾ ഇതിനി രണ്ടാമത്തെ ബാച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ ഇട്ട് വെച്ചതിൽ തന്നെ ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ. അതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ വറുക്കുന്ന അളവെല്ലാം കറക്റ്റായിരിക്കണം. കറക്റ്റ് ഇതിൽ തന്നെ വറുത്തെടുക്കണം. നല്ലപോലെ ഫ്രൈ ആയിട്ട് കരിയാണ്ട് വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കണം കേട്ടോ. ഒന്നെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലായിട്ട് ഇട്ടിട്ട് ഒന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടോടുകൂടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ പൂത്തു പോകുക. കാരണം ഈ മിക്സിൻ്റെ ചൂട് എന്തായാലും ഇതിനുണ്ട്. അതുകൊണ്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലുള്ള ബോട്ടിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ 2 ബോട്ടിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന, പിന്നെ ഒന്ന് ഇതുപോലെ പുറത്ത് ആവശ്യത്തിന് വെക്കുന്നതാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. സാധാരണ എന്താ പറയേണ്ടത് ചില്ല് ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് ഹെൽത്തിനൊക്കെ. അതുപോലെ നമ്മൾ എടുക്കുന്ന ബോട്ടിലും നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കഴുകിയിട്ടൊക്കെ തുടച്ച ബോട്ടിലായിരിക്കണേ. അങ്ങനെ ആകുമ്പോഴേ പൂത്ത് പോകാണ്ട് നിൽക്കുള്ളൂ. പിന്നെ നമ്മളെടുക്കുന്ന സ്പൂണ്, യൂസ് ചെയ്യുന്ന സ്പൂണ്, പിന്നെ നമ്മൾ കറിക്ക് എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്പൂണ് എല്ലാം നല്ലപോലെ തുടച്ച് ഉണക്കിയ സ്പൂണായിരിക്കണം. അപ്പോൾ ആ ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതാ ബാക്കി ഞാൻ ചില്ല് ബോട്ടിലാണ് സൂക്ഷിക്കുന്നത്. ഇത് ഇപ്പോൾ ആവശ്യത്തിന് എടുക്കാനുള്ളതാണ്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള സാമ്പാറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുളകിൻ്റെ അളവ് ഞാൻ ചേർക്കുന്നതിനേക്കാളും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനൊരു 10-20 എണ്ണം ചേർത്തതിനായിട്ട് ഒരു 5-6 എണ്ണം നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കാം കേട്ടോ. പിന്നെ അങ്ങനെ ആകുമ്പോൾ വീണ്ടും നല്ല എരിവുണ്ടാവുക. സാമ്പാറൊക്കെ സ്പൈസ് ആയിട്ട് കൂട്ടണം എന്നുള്ളവർക്ക്. അപ്പോൾ ഇതിൻ്റെ സ്പൈസ് ലെവലൊക്കെ നോർമലാണ്. അതുകൊണ്ടാണ് ഇത്ര അളവിൽ ഞാൻ എടുത്തത്. ഇത് കറക്റ്റ് അളവാണ്, എല്ലാവർക്കും പാകാവുന്ന അളവാണ്. എന്നാലും സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് കുറച്ചും കൂടി കൂടുതൽ അളവിൽ മുളക് എടുക്കാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിൽ. അപ്പോൾ മായം കലർന്ന പൊടിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.